Hi, all welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്കൂളിൽ +1 പഠിക്കുന്ന സമയത്ത് +1 കൊമേഴ്സിൽ നമ്മൾ ആക്ച്വലി ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ചില ടെർമിനോളജീസ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർമ്മയിലുണ്ടാവും. എന്നാൽ മെജോറിറ്റി കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. മാത്രമല്ല നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലോ അതല്ലെങ്കിൽ നിങ്ങളൊരു കാറ്റ് ലെവലോ ചെയ്ത കുട്ടികളാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ചാപ്റ്റർ അവിടെയും കൂടി കവർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോളജ് പോലും ഇപ്പോൾ അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ബിക്കോസ് വി ആർ ഗോണ ലേൺ ദിസ് ചാപ്റ്റർ ഫ്രം ദ ബോട്ടം ലെവൽ. വളരെ ബോട്ടം ലെവലിൽ നിന്നാണ് ഈ ഡിസ്കഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നത്. എൻ്റെ പേഴ്സണൽ സജഷൻസ് ഓൾവേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലേൺ ഫ്രം ദ ബോട്ടം. മാത്രമല്ല ഈ ഡിസ്കഷൻ കാര്യങ്ങളെ വൺ ബൈ വൺ ആയിട്ട് പഠിച്ചിട്ട് പോവാം. വെൻ കംസ് ടു ഇല്ലുസ്ട്രേഷൻ ദാറ്റ് ഈസ് യുവർ ടേൺ. നിങ്ങൾ അടിപൊളിയായിട്ട് ഇല്ലുസ്ട്രേഷൻ ചെയ്യുക. ദാറ്റ്സ് മൈ കോൺഫിഡൻസ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ക്ലാസ് ആണ്. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ സൊല്യൂഷൻ ചെയ്യുന്ന വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. ബട്ട് മൈ സ്ട്രോങ് ബിലീവ്സ് ഈസ് ആഫ്റ്റർ മൈ ഡിസ്കഷൻ you will be able in a position to solve all the illustrations. Without further delay, let's move to the problem. First of all, നമുക്ക് ഫസ്റ്റ് ഡിസ്കഷനിലേക്ക് പോവാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബോട്ടം ലെവൽ ഡിസ്കഷൻ നമുക്ക് കാര്യങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സെയിൽസിനെ കുറിച്ചിട്ട് പറയാറുണ്ട് എപ്പോഴും അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത്. ദർ ആർ ക്യാഷ് സെയിൽസ് ആസ് വെൽ ആസ് ക്രെഡിറ്റ് സെയിൽസ്. അങ്ങനെയാണെങ്കിൽ അവിടെ ക്യാഷ് പർച്ചേസ് ഉണ്ടാവാം, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാവാം. ഞാൻ ഒരു റാൻഡം ഡിസ്കഷൻ വഴി ഒരു വഴി വെട്ടാം. നമുക്ക് ഈ പഠനത്തിലേക്കുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു ഡിസ്കഷൻ മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക, തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്ത് വരാം. ആൻഡ് യു വിൽ ബി ഏബിൾ ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് എവറി ടെർമിനോളജി ആഫ്റ്റർ ദ ഡിസ്കഷൻ. ക്ലിയർ? ഫൈൻ. ഓഫ് കോഴ്സ്. എനിവേ, ഒറ്റ കാര്യം പറഞ്ഞാൽ നമ്മൾ രണ്ട് രൂപത്തിൽ നമുക്ക് സെയിൽ ചെയ്യാം. ഒന്ന് ക്യാഷിനും സെയിൽ ചെയ്യാൻ പറ്റും, അതേപോലെ ക്രെഡിറ്റിനും സെയിൽ ചെയ്യാൻ പറ്റും അല്ലേ? സോ നമുക്ക് ക്യാഷിനും പർച്ചേസ് ചെയ്യാം, അങ്ങനെ ക്രെഡിറ്റും പർച്ചേസ് ചെയ്യാം, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ ആലോചിക്കാം, ഇപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ സിറ്റിയിലുള്ളത്. തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് ഇന്ന് നിങ്ങൾ ക്ലാസ്, ഓക്കെ, നിങ്ങളിപ്പോൾ പഠനം കഴിഞ്ഞു, നിങ്ങളുടെ ഇന്നത്തെ കോളേജ് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ തൃശ്ശൂർ സിറ്റിയിലെ ടൗണിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ കാലിക്കറ്റിലാണെങ്കിൽ നിങ്ങൾ കാലിക്കറ്റിലെ ടൗണിലേക്ക് പോയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമായുള്ള കുറച്ച് വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെയുള്ള ഇക്കനോട് അല്ലെങ്കിൽ അവിടെയുള്ള ചേട്ടനോട് അവിടെയുള്ള പുള്ളിക്കാരോട് നമുക്ക് ചേട്ടാ ഞാനൊരു 5 ദിവസം കഴിഞ്ഞിട്ട് പൈസ തരാം കേട്ടോ, നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ, അതിന് ബായ് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല, ഒരിക്കലും പറ്റൂല. നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട്, നമുക്ക് ഇപ്പോൾ ലുലു മോളിൽ പോയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് തൃശ്ശൂർ ആണെങ്കിൽ ശോഭ സിറ്റിയിൽ പോയിട്ടോ, അതല്ലെങ്കിൽ കാലിക്കറ്റിലാണെങ്കിൽ ഹൈലൈറ്റ് മോളിൽ പോയിട്ട് ഒന്നും സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ പൈസ തരാട്ടോ, ഞങ്ങൾ പിന്നെ കാശ് തരണ്ട് കേട്ടോ, ബായ് പറഞ്ഞ് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്കൂൾ മുതലേ പഠിക്കുന്നുണ്ട് ദർ ആർ ക്യാഷ് പർച്ചേസ് ആസ് വെൽ ആസ് ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ ക്യാഷ് പർച്ചേസ് ചെയ്യാം, നമുക്ക് സാധനങ്ങൾ വാങ്ങാം, അവിടെ എന്ത് കൊടുക്കുക, ക്യാഷ് കൊടുക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് അവിടെ സാധനങ്ങൾ കടത്തിന് പർച്ചേസ് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ കടത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റൂലേ? കടത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റൂല ഇൻ ദിസ് കേസ്, റൈറ്റ്? ക്ലിയർ? പക്ഷെ നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ട്. നിങ്ങൾക്ക് എവിടുന്ന് സാധനങ്ങൾ കടത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന നമ്മളുടെ ഒരു ഇക്കയുടെ ഷോപ്പ് ഉണ്ടാവില്ല. നമ്മൾ കുഞ്ഞുനാൾ മുതൽ മിഠായി വാങ്ങാൻ പോകുന്ന ഷോപ്പായിരിക്കാം. ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 2 പേനയോ അല്ലെങ്കിൽ 2 ബുക്കോ പേപ്പറോ എന്തെങ്കിലും നമ്മുടെ വീട്ടാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ചേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാം ചേട്ടാ, നമ്മുടെ അടുത്ത വീക്കിൽ തരാട്ടോ കാശ്, അല്ലെങ്കിൽ പപ്പ തരൂട്ടോ, അല്ലെങ്കിൽ ഉമ്മ തരൂട്ടോ എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് പോവാം. ബിക്കോസ് അവർക്ക് നമ്മളെ അറിയാം, നമ്മൾ ആരുടെ മകനാണ് അല്ലെങ്കിൽ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാവും. ആൻഡ് ദാറ്റ്സ് വൈ നമുക്ക് അവിടെ സാധനങ്ങൾ എന്ത് ചെയ്യുക, കാശിനല്ല ക്രെഡിറ്റിനും നമുക്ക് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ തൃശ്ശൂരാണെങ്കിൽ, കാലിക്കറ്റിലാണെങ്കിൽ, നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം ഷോപ്പിലേക്ക് പോയിട്ട് ഒരു കാരണവശാലും സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കടത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അവർ കടത്തിന് സെല്ല് ചെയ്യില്ല, നമുക്ക് കടത്തിന് പർച്ചേസ് ചെയ്യാനും പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ വീടിൻ്റെ അടുത്തല്ലേ, നാട്ടുമ്പുറത്തല്ലേ, നമ്മളെടുത്ത് ഉള്ള വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്ന ആ ഇക്കയുടെ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കടത്തിൽ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇക്കയുടെ കടയിലേക്ക് ഒരു റാൻഡം ഗൈ ബൈക്ക് ഓടിച്ച് വന്ന് അവിടെ നിർത്തിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് ചേട്ടാ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാശ് തരാട്ടോ എന്ന് പറഞ്ഞ് ബായ് പറഞ്ഞു പോകാൻ ആ ചേട്ടൻ സമ്മതിക്കും? ഒരിക്കലും. അപ്പം ഇതെല്ലതും ഈ കടത്തിന് വാങ്ങുന്നതും കടത്തിന് വെക്കുന്നതൊക്കെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇഫ് യു ഹാവ് എ സ്ട്രോങ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ദം, ഓർ നിങ്ങൾക്ക് റിലേറ്റീവ്ലി റിലേഷൻഷിപ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സാധനങ്ങൾ കടത്തിന് പർച്ചേസ് ചെയ്യാനും അവർ നിങ്ങൾക്ക് സെല്ല് ചെയ്യലും പോസിബിൾ ആണ്. പക്ഷെ നോർമൽ സിറ്റുവേഷൻസിൽ ഒരിക്കലും മറ്റൊരു ഷോപ്പിലേക്ക്
ഷോപ്പിലേക്ക് ഒരു അൺനോൺ പേഴ്സൻ്റെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒരിക്കലും സാധനങ്ങൾ അങ്ങനെ കടത്തിന് വാങ്ങി കൊണ്ടുവരൽ പോസിബിൾ അല്ല. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും ഇല്ല എന്നാണോ? ഒരിക്കലുമല്ല. ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. അത് നോർമൽ സിറ്റുവേഷൻസിൽ റിയൽ വേൾഡിൽ കസ്റ്റമേഴ്സിന് പോസിബിൾ അല്ല. പക്ഷേ ഈ എന്താ പറയുക ഷോപ്പുകാരുണ്ടാവുമല്ലോ, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരില്ലേ, അവർക്ക് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം, സാധനങ്ങൾ എന്ത് ചെയ്യാം, കടത്തിന് പർച്ചേസ് ചെയ്യാം. ആ ഒരു സിനാരി ഉണ്ട്. നമ്മൾ ആ ഒരു സിനാരിയിലേക്കാണ് ഡിസ്കഷനെ കൊണ്ടുപോകുന്നത്. എനിഹൗ നമ്മൾ ഇനി ഡിസ്കഷനിൽ നോക്കിക്കാണ് നമ്മളൊരു ബിഗ് ഹോൾസെയിലേഴ്സ് ആണ്, വെരി ബിഗ് ഹോൾസെയിലേഴ്സ്. അപ്പോൾ നമ്മളുടെ ഷോപ്പ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിലാണ്. നമ്മൾ ഹ്യൂജ് ഹോൾസെയിലേഴ്സ് ആണ്. സോ നമ്മൾ സെല് ചെയ്യുന്ന, നമുക്ക് വേണമെങ്കിൽ എന്തും സെല് ചെയ്യാലോ. സോ ഞാൻ സെല് ചെയ്യുന്നത് ലാപ്ടോപ്സ് ആണ്. സോ നമ്മൾ ലാപ്ടോപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ, ഒരു കസ്റ്റമർ, പുള്ളിക്കാരനക്ക് എവിടെയോ ഷോപ്പ് ഉണ്ട്, മേ ബി ഇൻ തൃശ്ശൂർ ടൗണിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റീസിലാവാം. പുള്ളിക്ക് ഒരു എന്തുണ്ട്, ഷോപ്പ് ഉണ്ട്. അപ്പോൾ പുള്ളി നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞ് ഒരു 25 ലാപ്ടോപ്സ് ബൈ ചെയ്ത്. സോ ഒരു ലാപ്ടോപ്പിന് ആക്ച്വലി ഒരു 50,000 ടു ഒരു 60,000 റേഞ്ചിലുള്ള ഒരു 10-25 ലാപ്ടോപ്സ് പുള്ളി ബൈ ചെയ്തു. ആൾ നമുക്ക് എന്തും തന്നു, ക്യാഷും തന്ന് പുള്ളി എന്ത് ചെയ്ത് പോയി. നെക്സ്റ്റ് ടൈം പുള്ളി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണേ, ചേട്ടാ നിങ്ങൾ കയ്യിൽ നിന്നും ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു 25 ലാപ്ടോപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇത്രയധികം കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയത്, നമുക്ക് നല്ല സെയിൽസ് ഒക്കെ ഉണ്ട്, നല്ല കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ ചേട്ടാ നമ്മൾക്കൊരു 100 ലാപ്ടോപ്സ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മുടെ ഷോപ്സിലൊക്കെ വെച്ച് സെല്ല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്കത് കൊണ്ടുപോയിട്ട് വിറ്റ് കാശാക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ഒറ്റയടിക്ക് ഒരു 100 ലാപ്ടോപ്സ് ഒന്നും കാശ് കൊടുത്ത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ദാറ്റ്സ് വൈ നിങ്ങൾക്കത് കടത്തിന് തരാൻ പോസിബിൾ ആണെങ്കിൽ, ഇപ്പോൾ 25 ലാപ്ടോപ്സിൻ്റെ പൈസ ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു 75 ലാപ്ടോപ്സ് നിങ്ങൾക്ക് കടത്തിന് തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇവിടുന്ന് വാങ്ങിയിട്ട് എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി എൻ്റെ ഷോപ്സുകളൊക്കെ വെച്ച് സെല്ല് ചെയ്ത് ഒരു വിത്തിൻ എ 1 മന്ത് ടൈം പീരീഡിലൊക്കെ നമുക്കത് കാശാക്കിയിട്ട് നിങ്ങളെ കാശ് കൊണ്ടുതരാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് താല്പര്യമുണ്ട്. കാരണം 25 ലാപ്ടോപ്സ് നമ്മളവിടെ സെല്ല് ചെയ്യുമ്പോൾ തന്നെ, ഈ കച്ചവടക്കാരൻ വന്ന് നമ്മളെ കയ്യിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒരു 25 ലാപ്ടോപ്സ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അടിപൊളിയാണ്. നമുക്ക് 25 ലാപ്ടോപ്പ് ആലോചിക്കുക, ഒരു ലാപ്ടോപ്പ് സെല്ല് ചെയ്യുമ്പോൾ 2000 റുപ്പീസ് കിട്ടിയാൽ തന്നെ 25 ലാപ്ടോപ്സ് സെല്ല് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 50,000 റുപ്പീസ്, റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 100 ലാപ്ടോപ്സ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ ഒരു 2 ലാക്ക് റുപ്പീസ് കിട്ടില്ലേ? സോ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരാൾ നമ്മളെടുത്ത് വന്നൊരു 100 ലാപ്ടോപ്സ് കടത്തിന് വേണം, അല്ലെങ്കിൽ ഒരു 75 ലാപ്ടോപ്സ് കടത്തിന് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കത് വിൽക്കാൻ പറ്റിയാൽ, അയാൾ കറക്റ്റായിട്ട് കാശ് തരികയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാവും, നമുക്ക് ഒരുപാട് സെയിൽസ് ഉണ്ടാവും, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവും. ദാറ്റ്സ് ഹൗ നമ്മുടെ ബിസിനസ് നമുക്ക് സൂപ്പറായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ പോസിബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി നോക്കി, ഇതേ സമയം ഈ വന്ന ആളെ നമ്മൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും, ഇയാളെ നമ്മൾ എങ്ങനെ ബിലീവ് ചെയ്യും? കാരണം ഈ വന്ന ആൾ പിന്നീട് പൈസ തരാതെ പോയാലോ? നമ്മളിപ്പോൾ ഈ കണ്ട ആഗ്രഹങ്ങളും ഈ 100 ലാപ്ടോപ്പ് വിറ്റാൽ 2000 റുപ്പീസ് വെച്ചിട്ട് 2 ലാക്സ് കിട്ടുന്ന ഈ സ്വപ്നങ്ങളൊക്കെ പാടെ പൊട്ടിപ്പാളീസാവുന്ന സിറ്റുവേഷൻസിലേക്ക് വരാം. അങ്ങനെ ആളുകളെ പറ്റിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിലേക്ക് ആളുകൾ. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ സെയിൽ ചെയ്ത് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാകാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽസ് അല്ല പ്രശ്നക്കാരൻ. നമ്മൾ കടത്തിന് വെക്കുന്നതല്ല പ്രശ്നം, അതിൻ്റെ കളക്ഷനാണ് പ്രശ്നം. നമ്മൾ ക്രെഡിറ്റിന് സെല് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് സെയിൽസ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് സെയിൽസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, ഇതൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ യു അണ്ടർസ്റ്റുഡ് നമുക്ക് ഇങ്ങനൊരു ഫിയർ ഫാക്ടർ ഉണ്ട്. അത് കളക്ഷൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഒരിക്കലും സെയിൽസ് അല്ല പ്രശ്നം, ക്രെഡിറ്റ് സെയിൽസ് അല്ല പ്രശ്നക്കാരൻ, കളക്ഷനാണ് പ്രശ്നക്കാരൻ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇങ്ങനെ നമ്മളെടുത്ത് വരുന്ന ഒരു കസ്റ്റമർ, നിങ്ങൾക്ക് ഈ കളക്ഷൻ്റെ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ ഒരാൾക്ക് സാധനങ്ങൾ സെല്ല് ചെയ്താൽ ആ പൈസ എവിടെയും നഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കസ്റ്റമർ ഇതുപോലെ വരുന്നുണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് നല്ല രൂപത്തിലൊരു സെയിൽസ് ജനറേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. കാരണം നമുക്ക് ക്യാഷ് കൊണ്ട് വരുന്ന കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ക്യാഷ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് മാത്രമല്ല, ക്യാഷ് ഇല്ലാതെ കോൺഫിഡൻസ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് സാധനങ്ങൾ സെല്ല് ചെയ്യാൻ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് സെയിൽസ് ഉണ്ടാവാം, അതുവഴി ഒരുപാട് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവാം, അതുവഴി നമ്മുടെ വെൽത്ത് നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഹൗ നമ്മൾ ചിന്തിക്കുന്നത് സെയിൽസ് അല്ല പ്രശ്നക്കാരൻ, അതിൻ്റെ കളക്ഷനാണ് പ്രശ്നക്കാരൻ. അപ്പോൾ ആ കളക്ഷൻ്റെ പ്രോബ്ലത്തിന്, ആ ഫിയർ ഫാക്ടറിനെ ഹൃദയത്തിൽ നിന്ന്, മൈൻഡിൽ നിന്ന് എടുത്ത് എലിമിനേറ്റ് ചെയ്യാൻ, അതിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ കൊണ്ടുവന്നുള്ള ചാപ്റ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ. കാരണം നിങ്ങൾ ആലോചിക്കാം, ഇപ്പോൾ ഈ വന്ന പുള്ളിക്കാരന് ഒരു 25 ലാപ്ടോപ്സിൻ്റെ പൈസ തന്നു, 75 ലാപ്ടോപ്സ് കടത്തിലാണ് വാങ്ങിക്കൊണ്ടേ. ഫൈൻ. ഈ 75 ലാപ്ടോപ്സ് ഇയാൾ കടത്തിന് വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ നമ്മളെടുത്ത് പറയുന്നത്, സർ നമുക്കൊരു 1 മന്തിന് ശേഷം നിങ്ങൾ കാശ് തരാമെന്ന് പറഞ്ഞു.
ആഫ്റ്റർ 1 month നമ്മൾ കോൾ ചെയ്തു ആൻഡ് ഫോൺ ഈസ് റിംഗിങ്, ഹീസ് നോട്ട് ടേക്കിംഗ് ദ ഫോൺ. ദ നെക്സ്റ്റ് ടൈം ഓൾസോ നമ്മൾ വിളിച്ചു, ആൾ ഫോൺ എടുത്തു, പക്ഷേ ആൾ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് കാശിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, കാശ് തരാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ക്ലിയർ ആണ്, പുള്ളി കാശ് തരും തോന്നുന്നില്ല. ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് അവർ ഷോപ്പിൽ പോകാം, ലാപ്ടോപ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ചെയ്യാം. പക്ഷേ ലാപ്ടോപ്സ് ഒക്കെ അവർ സെല് ചെയ്തിട്ടുണ്ടാവാം, അവിടെ ലാപ്ടോപ്സ് ഒന്നും ഇല്ല, പല ഇഷ്യൂസ് ഉണ്ടാവാം. സോ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. പോലീസ് അവരെന്ത് ചെയ്യും, കോൾ ചെയ്യും, രണ്ട് പാർട്ടിയും പോലീസ് സ്റ്റേഷനിലേക്ക് വരും. നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രൂഫാണല്ലോ ഇവർക്ക് സെല് ചെയ്തതിന്, ഒരു ഇൻവോയ്സോ ഒരു ബില്ലോ, ആ ഒരു ബില്ലോണ്ടൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല. ആ ഒരു ബില്ലല്ലേ, നമുക്കത് ഫേക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഫേക്ക് ബില്ല് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്തതായിക്കൂടെ. ഇപ്പോൾ ഈ വന്ന ആൾ പറയും, സാർ ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് 100 ലാപ്ടോപ്സ് ഒന്നും വാങ്ങിയില്ല, എനിക്ക് ഇയാൾ അറിയുകയില്ല, ഇയാൾ ചുമ്മാ ഒരു കള്ള കേസ് എൻ്റെ മേലെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ ഒരു സിമ്പിൾ ബില്ലൊന്നും കാണിച്ച് അതൊന്നും ഒരു പ്രോപ്പർ എവിഡൻസ് ആയിട്ട് കോർട്ടിൽ നിൽക്കില്ല മക്കളെ. സോ ദാറ്റ്സ് വൈ ഇവിടെ ഒരു ഫിയർ ഫാക്ടർ എന്തായാലും ഉണ്ട്. ഞാൻ പറഞ്ഞു, ആ ഫിയർ ഫാക്ടറിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ഈ ഒരു ചാപ്റ്റർ വന്നുള്ളത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചാപ്റ്റർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് സെയിൽസ് അടിപൊളിയാണ്, ക്രെഡിറ്റ് സെയിൽസ് വേണം, ക്രെഡിറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എവറി ബിസിനസ് എന്നാണ് പറയുക. സോ ദാറ്റ്സ് വൈ ക്രെഡിറ്റ് ഉണ്ടാവട്ടെ. ഇനിയും ക്രെഡിറ്റ് നിങ്ങൾക്കും എന്ത് ചെയ്യുക, കടത്തിന് വാങ്ങാം, അത് നല്ലതാണ്, കടം വാങ്ങുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് റീപേ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ലൈഫിൽ ഒരു സ്കില്ല് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ദാറ്റ്സ് ബെറ്റർ ആക്ച്വലി. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ബിസിനസ്സിൽ ക്രെഡിറ്റ് അടിപൊളിയാണ്, പക്ഷെ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് സെയിൽസ് ചെയ്തതിൻ്റെ കളക്ഷനാണ്. ആ ഒരു പ്രോബ്ലത്തിന്, ആ ഫിയർ ഫാക്ടറിനെ ഹൃദയത്തിൽ നിന്ന്, മൈൻഡിൽ നിന്ന് എടുത്ത് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ചെയ്യാം. നമ്മളൊരു ഡോക്യുമെൻ്റ് എടുത്തിട്ട്, ഒരു പേപ്പർ എടുത്തിട്ട്, സോ നമ്മൾ ഈ ഒരു കാര്യത്തിനെ ഡോക്യുമെൻ്റ് ചെയ്യണം. കാരണം നമുക്കൊരു പ്രോപ്പർ എവിഡൻസ് ഇല്ല. അപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്റ് ചെയ്യാൻ പോകണം ഈ ഒരു കാര്യത്തെ. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ട്, നമ്മൾ എസ്പെഷ്യലി മുദ്ര പേപ്പർ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് പേപ്പർ എടുത്തിട്ട്, ആ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ പ്രോപ്പറായിട്ട് ഈ നടന്ന കാര്യത്തിനെ ഡോക്യുമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറയും, ഇന്ന ദിവസം ABC ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനം XYZ എൻ്റർപ്രൈസ് എന്ന ഈ കച്ചവടക്കാർക്ക് ഇത്രയും ലാപ്ടോപ്സ് കടത്തിന് സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു XYZ കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നമുക്ക് ഇന്ന ദിവസം, കാരണം ആരും കടത്തിന് വാങ്ങുമ്പോൾ ഒരു സമയം പറയല്ലോ, ഞാൻ ഇന്ന് പൈസ തരാം, അന്ന് തരാം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്ക് ഇന്ന ഡേറ്റിൻ്റെ അന്ന് കാശ് എന്ത് ചെയ്യാം, തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിന് അന്ന് ആൾ കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഡോക്യുമെൻ്റ് ചെയ്യും, എഴുതിയിട്ട് ഈ ഒരു ഡോക്യുമെൻ്റ് ഞാൻ നേരെ എൻ്റെ കയ്യിൽ വാങ്ങാൻ വന്ന ABC ട്രേഡേഴ്സ് ആണെങ്കിൽ അവരെ കയ്യിൽ, XYZ ആരാണോ നമ്മുടെ കയ്യിൽ വാങ്ങാൻ വന്ന് അവരെ കയ്യിൽ ഇത് കൊടുക്കും. അപ്പോൾ അവരിത് റീഡ് ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ തീരെ വിശ്വാസം ഇല്ലല്ലേ. എനിവേ അവരിത് വായിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും, സൈൻ ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. അത് സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റ് പോലെ, ഒരു എഗ്രിമെൻ്റ് പോലെയായി. അപ്പോൾ അതൊരു ബില്ലായി. എന്തായി? ഒരു ബില്ലായി. ഓക്കെ, അതൊരു ബില്ലായി. എന്നിട്ട് ഇത് സൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് ഇത് അയാളാണോ സൂക്ഷിക്കുക, പർച്ചേസർ ആണോ സൂക്ഷിക്കുക, ബയർ ആണോ സൂക്ഷിക്കുക? അല്ല, അയാൾ ആ ബില്ല് അയാൾ അത് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യും, നമ്മളിലേക്ക് തന്നെ തരും. ഫോർ മീ ഇറ്റ് ഈസ് എ ബിൽസ് റിസീവബിൾ, ഫോർ ഹിം ഇറ്റ് ഈസ് എ ബിൽസ് പേയബിൾ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും. സോ സെല്ലർ ആര് മക്കളെ? സെല്ലർ ഒരു ബില്ല് എന്ത് ചെയ്യും, ഡ്രോ ചെയ്യും. എന്താ ചെയ്യുക? ഡ്രോ ചെയ്യും, എഴുതും. ആർക്ക് വേണ്ടിയിട്ട്? ബയർക്ക് വേണ്ടിയിട്ട്. അതിൽ പറയും, ഇത്രയും ഇന്ന ഡേറ്റിന് അന്ന് ഇത്ര രൂപയുടെ സാധനം നമ്മൾ ഇന്ന കച്ചവടക്കാർക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്, അയാൾ ഇന്ന ഡേറ്റിന് അന്ന് ഇത്രയും പൈസ എനിക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും. അപ്പം നമ്മളാണ് ഇത് ഡ്രോ ചെയ്ത്, സെല്ലറാണ് ഇത് ഡ്രോ ചെയ്ത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സെല്ലർ എന്നല്ല ഈ ഒരു ചാപ്റ്റർ കോൾ ചെയ്യുക. ഈ ഒരു ചാപ്റ്റർ കോൾ ചെയ്യുന്നത് ആരാണോ ഈ ബില്ല് ഡ്രോ ചെയ്യുന്നത്, ആളെ ഈ ഒരു ചാപ്റ്റർ കോൾ ചെയ്യുന്നത് ഡ്രോയർ എന്നാണ്. എന്താ വിളിക്കുക? ഡ്രോയർ. ഓക്കെ, ഡ്രോയർ. അപ്പോൾ ഡ്രോയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആരാണ്? സെല്ലറാണ്. സെല്ലറാണ് ഡ്രോയർ. അപ്പോൾ സെല്ലർ ഒരു പേപ്പർ എടുത്ത് അതിൽ കാര്യങ്ങൾ ഡ്രോ ചെയ്യും. അപ്പോൾ സെല്ലറല്ലേ ഡ്രോ ചെയ്യുന്ന ആളാണ് ആര് പറയും മക്കളെ? ഡ്രോയർ. ക്ലിയർ? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ബയറിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയി. അപ്പോൾ ദർ ആർ ടു പാർട്ടീസ്, ഡ്രോയർ ആൻഡ് ഡ്രോയി. ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഈസ് സെല്ലർ ആൻഡ് ബയർ. കിട്ടിയ? അപ്പോൾ സെല്ലറും ബയറും ആണ് ആര്? ഈ പറഞ്ഞ ഡ്രോയറും അതേപോലെ തന്നെ ആര് പറയും മക്കളെ? ഡ്രോയി എന്ന് പറഞ്ഞ ആൾ. കിട്ടിയ? അപ്പോൾ സെല്ലർ ആയിട്ടുള്ള ഡ്രോയർ ഡ്രോ ചെയ്തിട്ട് ഡ്രോയിക്ക് കൊടുക്കും, ബയറിന് കൊടുക്കും, ബയർ അത് വായിച്ച് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ബില്ല് എന്ത് ചെയ്യും? ബയർ സെല്ലർക്ക് തന്നെ കൊടുക്കും. ഫോർ മീ സെല്ലർ ഇറ്റ് ഈസ് എ ബിൽസ് റിസീവബിൾ, ഫോർ ഹിം ഇറ്റ് ഈസ് എ ബിൽസ് പേയബിൾ. കിട്ടിയ? അപ്പോൾ ഇന്ന ഡേറ്റിന് ഇന്ന പൈസ തരാന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ഡ്രോയറിന് ഈ ബില്ലൊരു എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യുക. എന്നിട്ട് ആ പറഞ്ഞ ഡേറ്റ് വരുന്ന സമയത്ത് ഈ എവിഡൻസ് കാണിച്ചു കൊടുക്കുക. അവിടെ നിന്ന് എന്ത് വാങ്ങുക? കാശ് മേടിക്കുക, ബൈ.
അന്ന് കാശ് തന്നിട്ടില്ലെങ്കിൽ ഇതൊരു പ്രോപ്പർ ജെനുവിൻ ലീഗൽ എവിഡൻസ് ആണ്. ഇതായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം, ഇതായിട്ട് നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റും. അവിടെ നമ്മുടെ കേസ് നിലനിൽക്കും. നമ്മളുടെ പൈസയും നമുക്ക് ചിലവായ കോമ്പൻസേഷനും എല്ലാം നമുക്ക് കോർട്ട് എന്ത് ചെയ്യും, ഈ ആളെ കയ്യിൽ നിന്ന് വാങ്ങിത്തരും. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫിയർ ഫാക്ടറിൽ ഹൃദയത്തിലും മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഫിയർ ഫാക്ടറിനെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഹൗ യു ക്യാൻ എന്താ പറയുക, ആ ഒരു ക്രെഡിറ്റ് അത് എനേബിൾ ചെയ്യാം. ധൈര്യമായിട്ട് കടത്തിന് സെല് ചെയ്യാം, ധൈര്യമായിട്ട് നിങ്ങളുടെ കളക്ഷൻ്റെ ഇഷ്യൂസുകൾ എല്ലതും സോൾവ് ചെയ്യാം. അതിനാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇനിയും നിങ്ങൾ വളർന്ന് വലിയ മക്കളൊക്കെ ആയി ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ഒരു അൺനോൺ തേർഡ് പാർട്ടിയുമായിട്ടൊരു ട്രാൻസാക്ഷനിലേക്ക് ഇടപെടുമ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരു ബില്ലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും. അതിനു കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ജേണൽ ലെഡ്ജർ എഴുതി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് ജേണൽ എഴുതി തീർക്കാനാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്ററിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ബട്ട് വി ആർ ഗോണ ത്രൂ എ ലോട്ട് ഓഫ് ഡിസ്കഷൻ വിൽ ഗെറ്റ് യു എ റിയൽ ലൈഫ് എക്സാമ്പിൾ, വിൽ ഗെറ്റ് യു റിയൽ ലൈഫ് സിനാരിയോസ്. നിങ്ങൾക്ക് ഇതായിട്ട് എക്സാം പേപ്പേഴ്സിലല്ല ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, യൂസ്ഫുൾ ആവും. ആൻഡ് ദാറ്റ്സ് ഹൗ ദീസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ ഹിയർ. ആൻഡ് സ്ട്രോങ്ലി ബിലീവ് നമ്മൾ ഇങ്ങനെ വേണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ, ഇങ്ങനെ കാര്യങ്ങൾ തിങ്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. രണ്ട് ടെർമിനോളജി പഠിച്ച്, ഒന്ന് ഡ്രോയർ, അടുത്ത ആൾ പറയും മക്കളെ ഡ്രോയി. ആരാണ് ഡ്രോയർ? സെല്ലറാണ്. അപ്പോൾ സെല്ലർ എന്ത് ചെയ്യും, ഡ്രോ ചെയ്ത് ആർക്ക് വേണ്ടി, ബയർക്ക് വേണ്ടി. ഹീസ് കോൾഡ് ഡ്രോയി. ആൾ ആ ബില്ല് അവിടെയാണ് വെക്കുക, അല്ല അത് അവർക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും, എക്സ്ചേഞ്ച്. ഫോർ മീ ഇറ്റ് ഇസ് ബിൽസ് റെസീവബിൾ, ഫോർ ഹിം ഇറ്റ് ഇസ് എ ബിൽസ് പേയബിൾ. ഹോപ്പ് യു ഓൾ ക്ലിയർ സാർ. യെസ്. അപ്പം നമ്മളിങ്ങനെ ബില്ല് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം ആയി കഴിഞ്ഞാൽ ബില്ല് കാണിച്ചു കൊടുക്കുക, കാശ് മേടിക്കാം, ബൈ. തന്നില്ലെങ്കിൽ നമുക്ക് കേസിന് പോകാൻ പറ്റും. ഇറ്റ്സ് എ സ്ട്രോങ് വാലിഡ് എവിഡൻസ്. ഹോപ്പ് യു ഓൾ കംഫർട്ടബിൾ ടു ലിസൺ സർ. യെസ് സർ. ബട്ട് ഈ ഒരു ബില്ല് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിലാണ് ഈ ഒരു ബില്ല് വരിക. ബില്ലൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഈ ഒരു ബില്ല് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരിക. ഈ ആക്ട് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബില്ലിന് ഒരുപാട് പ്രിവിലേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി പ്രൈമറിലി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ അത്രയ്ക്കേ തന്നെ ഉള്ളൂ. ഒരു ബില്ല് ഡ്രോ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നു, ആൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആൾ തിരിച്ച് ഇങ്ങോട്ട് കയറുന്നു. ഫോർ മീ ഇറ്റ് ഈസ് ബിൽസ് റെസീവബിൾ, ഫോർ ഹിം ഇറ്റ് ഈസ് എ ബിൽസ് പേയബിൾ. ഇറ്റ് ഈസ് സിമ്പിൾ. ആൻഡ് ദറ്റ് കൺസേൺ ഡേറ്റ് വരുമ്പോൾ ഞാൻ ആ ബില്ല് കാണിച്ചു കൊടുക്കുന്നു, അവിടെ ഞാൻ കാശ് വാങ്ങുന്നു, ടാറ്റ ബൈ. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ആക്ച്വലി. പക്ഷെ അങ്ങനെയല്ല ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിലേക്ക് മുമ്പോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഈ ആക്ട് കൊടുക്കുന്ന ഒരുപാട് പ്രിവിലേജസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ല് കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്ക് കാശ് കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ബില്ലായിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയണേ, ഒന്ന് നമുക്ക് ഈ ബില്ല് റീറ്റെയിൻ ചെയ്യാം. ആ ഒരു ഡേറ്റ് വരെ റീറ്റെയിൻ ചെയ്യാം, എടുത്തു വെക്കാം, എന്നിട്ട് അന്ന് പൈസ മേടിക്കാം, ഒരു സിറ്റുവേഷൻ. രണ്ട്, നമുക്ക് പൈസക്ക് ഏർജൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ് വരെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 മാസം കഴിഞ്ഞിട്ടാണ് കാശ് തരാമെന്ന് എഴുതിയതെങ്കിൽ 4 മാസം വരെ നമുക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ബില്ലാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് ഒരു ഫെസിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ബാങ്ക് ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു ലീഗൽ ഡോക്യുമെൻ്റ്, ഒരു എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ 4-5 മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു വാണ്ട് മണി, കം ഹിയർ മാൻ, ഇവിടെ വാ. എന്നിട്ട് ആ ബില്ല് ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങൾ പൈസ എടുത്ത് പോയിക്കോളി. എന്നിട്ട് എന്നാണോ ആ ബില്ലിൻ്റെ പൈസ കളക്ട് ചെയ്യേണ്ടത് അന്ന് ഞാൻ വാങ്ങിക്കോട്ടെ, നിങ്ങൾ പൈസ ആയിട്ട് പോയിക്കോളി. അപ്പോൾ ബാങ്ക് നമ്മുടെ ബ്രദറോ കസിനോ ഫ്രണ്ടോ റിലേറ്റീവോ ഒന്നും അല്ലല്ലോ. അപ്പോൾ ബാങ്ക് കുറച്ച് പൈസ എന്തെടുക്കും, ഒരു ചാർജ് എടുക്കും, ഒരു 1000-500 രൂപ ചാർജ് എടുക്കും. ഹോപ്പ് യു ക്ലിയർ. സോ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, ഓർ നമുക്ക് വേണമെങ്കിൽ ആ ബില്ല് വേഗം പോയിട്ട് പൈസ ആക്കാം. സോ ബാങ്കിൽ പോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യൽ പോസിബിൾ ആണ്. അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ബില്ല് നമ്മൾ വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കാശില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ, എടാ എൻ്റെ കയ്യിൽ കാശായിട്ട് ഇപ്പോൾ തരാനില്ല, പക്ഷെ നിനക്ക് ഞാൻ പൈസ തരാനുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരാളെ കയ്യിൽ നിന്ന് ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഇപ്പോൾ അർജൻസി ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്ത് തരാം, ബില്ല് തരാം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടെർമിനോളജി ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ, എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ബില്ല് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻഡോഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ 3 പറഞ്ഞു. ഒന്ന്, നമുക്ക് ഈ ഒരു ബില്ല് റീറ്റെയിൻ ചെയ്യാം ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. നമുക്ക് ഈ ഒരു ബില്ല് വേണമെങ്കിൽ ബാങ്കിൽ പോയി ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ഒരു ബില്ല് നമുക്ക് എന്ത് ചെയ്യാം, എൻഡോഴ്സ് ചെയ്യാം. ഇതൊന്നും പ്രോബ്ലം ഇല്ല. ഇതൊക്കെ ഇല്ലീഗൽ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൻ്റെ പ്രിവിലേജസുകളാണ്. നമുക്കിതൊക്കെ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഇഷ്യൂ ഇല്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി അവർ പറഞ്ഞ ബില്ല് എഴുതി സൂക്ഷിച്ചൊരു എവിഡൻസ് ആയിട്ട് വെക്കുന്നതിലുപരി ഈ ചാപ്റ്ററിൻ്റെ ഒരുപാട് പ്രിവിലേജസുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കവറേജ് ചെയ്യാനുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഇൻട്രൊഡക്ഷൻ ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഹോപ്പ് യു ഓൾ കംഫർട്ടബിൾ ടു ലിസൺ സോ.